നടക്കുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു പക്ഷേ ആദ്യത്തെ ഏറ്റവും വിപുലമായ ഒരു ഡ്രോൺ ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയത് എന്നാണ് അവിടെ നിന്ന് തസ്നീം ന്യൂസ് ഏജൻസി നൽകുന്ന വിവരം. അപ്പോൾ ഡ്രോൺ ആക്രമണത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു. വിപുലമായ രീതിയിലുള്ള ഡ്രോൺ ആക്രമണം കടന്നു. ചിലരൊക്കെ എന്നോട് വിമാന യാത്രകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ എമിറേറ്റ്സ് എയർലൈൻസ് ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. അവർ ദുബായ് എയർപോർട്ടിലുള്ള നിന്നുള്ള വിമാനങ്ങൾ ഓപ്പറേഷനുകൾ നിർത്തിവെച്ചു എന്ന് പറയുന്നു. എമിറേറ്റ്സ് എയർലൈൻസ് പറയുന്നത് ദുബായ് എയർപോർട്ടിൽ നിന്നുള്ള ഓപ്പറേഷൻസ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. അവിടെ എയർ സ്പേസ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ പറയുന്നത് എല്ലാം റിമോട്ട് ഏരിയയിൽ നിന്നുള്ള അറ്റാക്കാണ് നടക്കുന്നത്. ഇറാനിലേക്ക് ട്രൂപ്പുകളെ അയച്ചിട്ടില്ല എന്ന രീതിയിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഡെസ്കിൽ നിന്ന് അജയ് സുധ ബിജു എന്നോടൊപ്പം ചേരും. അജയ്, അപ്പോൾ ഇറാനിലെ ആക്രമണം നടക്കുന്ന പ്രദേശങ്ങളുടെ ചിത്രം ഏറെക്കുറെ വ്യക്തമാണ്. തബ്രിസിൽ ആക്രമണം നടക്കുന്നുണ്ട്, ഉർമയിൽ ആക്രമണം നടക്കുന്നുണ്ട്, സാൻജനിൽ ആക്രമണം നടക്കുന്നു, കരാജ് മേഖലയിൽ വലിയ തോതിലുള്ള എക്സ്പ്ലോഷൻസ് ഉണ്ട്. തൊട്ടടുത്ത പ്രദേശമാണ് ടെഹ്റാൻ. ടെഹ്റാൻ നമുക്കറിയാം ഇറാൻ്റെ തലസ്ഥാനം എന്ന നിലയിൽ അവിടെ വലിയ ആക്രമണം നടക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ടെഹ്റാന് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഈ ദമവാൻ, അതുപോലെ കോം. അപ്പോൾ കരാജ്, ദമവൻ, കോം, ടെഹ്റാൻ ആ മേഖലകൾ ഒരുമിച്ച് കിടക്കുന്ന പ്രദേശമാണ്. അവിടേക്ക് അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. ഉർമിയ, തബ്രീസ് എന്നത് അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അവിടേക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട്. സാൻജനിലേക്ക് അറ്റാക്ക് വന്നിട്ടുണ്ട്. കെർമൻ ഷായിലേക്ക് ആക്രമണം വന്നിട്ടുണ്ട്. ഇല്ലമിലേക്ക് ആക്രമണം, ലോറിസ്റ്റൈൻ പ്രോവിൻസിലേക്കും ആക്രമണം നടന്നിട്ടുണ്ട്. ഇഷ്ഫഹാൻ എന്ന പ്രവിശ്യയിൽ ഇറാനിൽ ആക്രമണം നടന്നിരിക്കുന്നു. അങ്ങനെ ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ എല്ലാം ഉള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം വളരെ ശക്തമായി നടന്നിരിക്കുന്നത്. എന്നാൽ ഈ തെക്ക് ഭാഗത്തുള്ള ഷിറാസ് എന്ന പ്രദേശത്തും ബുഷേർ എന്ന പ്രദേശത്തും ആക്രമണം നടന്നു. മിനാബിൽ ആണ് ഒരു സ്കൂളിന് നേരെ ആക്രമണമുണ്ടായത്. മിനാബിലെ ആക്രമണത്തിലാണ് 40-ലധികം കുട്ടികൾ ആ സ്കൂളിൽ വെച്ച് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തത്. അജയ് സുധ ബിജു എന്നോടൊപ്പം ചേരുന്നു. അജയ്, മനു ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഇറാൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലാണ് പ്രധാനമായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകളും ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള ഒരു സംവിധാനങ്ങൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക, അതുതന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ US-ൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിലവർ ഏറെക്കുറെ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കിപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വിവരം എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖമനയുടെ ഒരു ഓഫീസും ഒരു ഗവർണൻസ് ഓഫീസും കൂടി ഈ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ടെഹ്റാനിൽ ഉൾപ്പെടെ ഇത്തരത്തിലൊരു ആക്രമണം അത് കടുപ്പിച്ചിട്ടുണ്ട്. ടെഹ്റാനിലുള്ള ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ഇറാനിൽ പഠിക്കുന്നുണ്ടായിരുന്നു. 2 ഘട്ടമായി ഇവരെ പലരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇറാനിൽ 15,000-ഓളം ഇന്ത്യക്കാരും അതുപോലെ തന്നെ ഇസ്രായേലിൽ 32,000 ഇന്ത്യക്കാരും ഉള്ളതായിട്ടാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക റെക്കോർഡുകളിലുള്ളത്. പക്ഷേ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മൊത്തത്തിലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ മറ്റ് ആയിരക്കണക്കിന് ഇപ്പോൾ ഇന്ത്യക്കാർ ഇവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഒരു ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആശങ്കകൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പ്രധാനമായിട്ടും ഇപ്പോൾ വിമാന സർവീസുകൾ ഉൾപ്പെടെ റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇവിടെ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടികൾ അതിന് ഇനി മറ്റ് മാർഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ ഇറാനിൽ സ്വീകരിച്ചതുപോലെ പ്രത്യേക വിമാനങ്ങൾ ഒരുക്കി അതിനുവേണ്ടി പ്രത്യേക വ്യോമ പാതകൾ കണ്ടെത്തി അത്തരത്തിൽ ഒരു ഒഴിപ്പിക്കൽ നടപടികൾ ഇനി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു കറണ്ട് എസ്കലേഷൻ അത് തുടരുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ ആർമി ഇസ്രായേലിലേക്ക് കുറച്ച് ഡ്രോൺസ് വിക്ഷേപിച്ചു
അപലപിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനു മുൻപേ ഒരു മിസൈൽ വർഷം അവർ 2 ഘട്ടങ്ങളായിട്ട് നടത്തിയിരുന്നു. ഇപ്പോൾ ഡ്രോൺ അറ്റാക്ക് കൂടി ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു ആക്രമണങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ ഇതിനു മുൻപ് തന്നെ ഒഴിപ്പിക്കൽ നടപടികളെല്ലാം ആരംഭിച്ചിരുന്നു. അവിടെ ആകെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തത് അവിടെ ഒരു 9 നില കെട്ടിടത്തിന് നേരെ ആക്രമണമുണ്ടായതിൽ ഒരാളുടെ മരണം മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇറാനിലുള്ളതുപോലെ വ്യാപകമായിട്ടുള്ളൊരു മരണമൊന്നും തന്നെ നിലവിൽ നമുക്ക് അവിടെ നിന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ UAE ഇറാൻ്റെ ഈ തിരിച്ചടിയിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാൻ ഇപ്പോൾ അപലപിച്ചിട്ടുണ്ട്, ഇപ്പോൾ UAE അപലപിച്ചിട്ടുണ്ട് ഇറാൻ്റെ ഈ ആക്രമണത്തിൽ. അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ വരുത്തി വയ്ക്കുന്നതാണ് ഇറാൻ്റെ ആക്രമണം എന്ന് തന്നെയാണ് UAEയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം. അപ്പോൾ ഇത്തരത്തിൽ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ഒരു പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പ്രധാനമായിട്ടും പശ്ചിമേഷ്യയിലുള്ള ഒരു സാഹചര്യങ്ങൾ അത് തീർച്ചയായിട്ടും ഒരു ആശങ്കാജനകം തന്നെയാണ്. നിരവധി വിമാനങ്ങളാണ് പല വിമാനത്താവളങ്ങളിൽ നിന്നും അങ്ങോട്ടുള്ള ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ളത് റദ്ദാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു 6:20 ഒരു കൊച്ചി ദുബായ് വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. കൊച്ചി ദോഹയിലേക്കുള്ള ഒരു 6:40 വിമാനം റദ്ദാക്കി. അബുദാബിയിലേക്ക് പോകേണ്ടിയിരുന്ന കൊച്ചിയിൽ നിന്നുള്ള 7:55 ഒരു വിമാനം റദ്ദാക്കി. ബഹ്റൈനിലേക്കുണ്ടായിരുന്ന 9:30 സർവീസ് കൊച്ചിയിൽ നിന്നുള്ളത് റദ്ദാക്കിയിട്ടുണ്ട്. റാസൽ ഖൈമയിലേക്കുള്ള 9:50 സർവീസും അബുദാബിയിലേക്കുള്ള 10:50 സർവീസും റദ്ദാക്കി. അതുപോലെ തന്നെ ഷാർജയിലേക്കുള്ള 11:30 സർവീസ് റദ്ദാക്കിയതായിട്ട് അറിയിപ്പുണ്ട്. മസ്കറ്റിലേക്കുള്ള അതേ സമയത്ത് തന്നെയുള്ള ഒരു ഫ്ലൈറ്റും റദ്ദാക്കിയതായിട്ടാണ് നമുക്ക് നിലവിലുള്ള വിവരങ്ങൾ. അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ദോഹയിലേക്കുള്ള 7:15 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം, അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് ഫുജൈറയിലേക്കുള്ള 7:25 വിമാനം, കണ്ണൂരിൽ നിന്ന് ഷാർജയിലേക്കുള്ള 9:30 വിമാനം, ഇവയെല്ലാം റദ്ദാക്കി. തിരുവനന്തപുരത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ദോഹ സർവീസ് 5:15 പുറപ്പെടേണ്ടിയിരുന്ന വിമാനം അത് ഇതിനോടകം റദ്ദാക്കിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി 6 മണിക്കുള്ള ഒരു ദുബൈയിലേക്കുള്ള വിമാനം തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസ് അത് റദ്ദാക്കിയതായിട്ടുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. ഒരു കോഴിക്കോട് നിന്ന് ഇപ്പോൾ കരിപ്പൂരിൽ നിന്ന് ഇപ്പോൾ ദുബായിലോട്ടുള്ള 4 മണിക്കുള്ള സർവീസ് റദ്ദാക്കിയതായിട്ട് നമുക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. ഇനി ജദ്ദയിലേക്ക് 8 മണിക്ക് പുറപ്പെടേണ്ട ഒരു വിമാന സർവീസ് റദ്ദാക്കി. കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്കുള്ള സർവീസ് അത് ഇന്ന് രാത്രിയും നാളെ രാവിലെയും ഉണ്ട്, അതും റദ്ദാക്കിയതായിട്ടുള്ള വിവരമുണ്ട്. റിയാദിലേക്കും അതുപോലെ ഡമാമിലേക്കുമുള്ള സർവീസുകൾ 7:20 8:25 സർവീസുകൾ കോഴിക്കോട് നിന്ന് റദ്ദാക്കിയതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി ഫ്ലൈറ്റ് സർവീസുകളാണ് റദ്ദാക്കുന്നത്. ഇപ്പോൾ ഇതൊരു പൂർണ്ണ വിവരങ്ങളല്ല, ഇനിയും നിരവധി വിമാനങ്ങൾ റദ്ദാക്കും എന്ന് തന്നെയാണ് വിവിധ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് കൃത്യമായിട്ട് ഒരു വിവരങ്ങൾ വിളിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഇതിനോടകം തന്നെ പല സർവീസുകളും ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ളത് അത് ക്യാൻസൽ ചെയ്ത് തിരിച്ച് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്രക്കാരെല്ലാം വളരെ ഒരു വലയുന്ന ഒരവസ്ഥയാണ്. നമുക്ക് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതൊരു പുണ്യമാസമായിട്ടുള്ള റമദാനാണ്. അപ്പോൾ ഈ റമദാൻ നോമ്പ് കാലത്ത് നിരവധി ആയിട്ടുള്ള യാത്രക്കാർ അടക്കം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചിമേഷ്യയിൽ ഉൾപ്പെടെ ഇത് തന്നെയാണ് വലിയൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിച്ച അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പുണ്യമാസത്തിൽ ഇതുപോലെയുള്ള പ്രതിസന്ധിയിലെ ആളുകൾ പെടുന്നു, യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ പലതും റദ്ദാകുന്നു. അപ്പോൾ മൊത്തത്തിൽ അത് ആ പുണ്യമാസത്തിൽ ഇങ്ങനെ വരുന്നു എന്നത് പ്രശ്നങ്ങളുടെ ഗൗരവം ഇരട്ടിയാക്കുന്നു. ഞാൻ അജയിലേക്ക് വരാം. അജയ്, ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.